2 മാസം മുൻപ് കഴിഞ്ഞ ഡിസംബറിൽ വെള്ളമെടുക്കാൻ പോയി മരിച്ച സന്ധ്യ സെബാസ്റ്റ്യൻ എന്ന സ്ത്രീയെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. പുത്തൻതുരുത്ത് സ്വദേശിയായ ആ യുവതി 2 ആഴ്ചയായി കിട്ടാക്കനിയായ കുടിവെള്ളം തേടിപ്പോയി വള്ളം മറിഞ്ഞാണ് മരിച്ചത്. അതേ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ടറിലൂടെ ഇന്നൊരു കാഴ്ച കണ്ടു പ്രേക്ഷകർ. ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായ കാഴ്ച. 1ഉം 2ഉമല്ല, മണിക്കൂറുകളോളം. തിരുമുക്കിലാണ് കൊട്ടിയത്ത് ഇന്ന് ഉച്ചയ്ക്ക് പൈപ്പ് പൊട്ടിയത്. അറ്റകുറ്റപ്പണി ആരംഭിച്ചത് അല്പസമയം മുമ്പ് മാത്രം. ചോർച്ച പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രി വൈകിയും പുരോഗമിക്കുകയാണ്. നമുക്ക് ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. കുടിവെള്ളത്തിന്റെ വില അറിയാത്തവരാണോ അധികൃതർ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തീരൂ. നമ്മൾക്കറിയാം, 2 മാസം മുൻപ് കുടിവെള്ളം ശേഖരിക്കാൻ പോയ പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ തോണി മറിഞ്ഞ് മരിച്ചത്. വീട്ടിലേക്ക് കുടിവെള്ളം എടുക്കാൻ പോയതായിരുന്നു ആ വീട്ടമ്മ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് എത്ര ലിറ്റർ എന്ന് കണക്ക് കൂട്ടിയാൽ തീരില്ല. കാരണം ഉച്ചയ്ക്ക് 12 മണി മുതൽ പൊട്ടിയ പൈപ്പ് വൈകിട്ട് 5 മണിയോടുകൂടിയും ഈ വെള്ളത്തിൻ്റെ ചോർച്ച പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്കോ ആയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു കൊല്ലം കൊട്ടിയത്ത് ചാത്തന്നൂരിനിടയ്ക്കുള്ള തിരുമുക്കിൽ ഹിറ്റാച്ചിയുടെ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹിറ്റാച്ചിയുടെ കൈതട്ടി ഈ പൈപ്പ് പൊട്ടിയെന്നാണ് വാട്ടർ അതോറിറ്റി നൽകുന്ന വിശദീകരണം. അവർ പറഞ്ഞത് പുനലൂരിൽ നിന്ന് വരുന്ന കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ്. ഇത് വലിയ തോതിൽ പ്രഷർ ഉണ്ടായിരുന്നു. വെള്ളം ഇന്ന് ഉയർന്നു പൊന്തിയതടക്കം നമ്മൾ കണ്ടതാണ്. 2 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിന് മേലെയായിരുന്നു വെള്ളം ഇന്ന് ഉയർന്നു പൊന്തിയത്. ഇത് പരിഹരിക്കണമെങ്കിൽ വാൾവ് അടച്ച ശേഷവും പ്രഷർ ഉണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് പ്രഷർ കുറച്ച് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. വാട്ടർ അതോറിറ്റി പറയുന്ന ന്യായീകരണം, അല്ലെങ്കിൽ അവർ പറയുന്ന വിശദീകരണം, ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 16 തവണ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. 20 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇന്ന് തിരുമുക്കിലുണ്ടായ പൊട്ടവലുമായി ബന്ധപ്പെട്ട് നാളെ കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, കൊല്ലം നഗരത്തിലും കോർപ്പറേഷൻ പരിധിയിലും ഈ ചാത്തന്നൂരും കൊട്ടിയത്തും മയ്യനാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ 2 ദിവസത്തേക്ക് കുടിവെള്ളം കിട്ടില്ല, അല്ലെങ്കിൽ കുടിവെള്ളം ലഭ്യമാകില്ല എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. കാരണം ഈ ചോർച്ച പരിഹരിച്ചതിന് ശേഷം നിർഭാഗ്യകരമായ കാഴ്ചയാണ്. ഒരു